ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. ഇത് സ്റ്റിച്ചിങ് മാത്രമാണ്. കട്ടിംഗ് പാർട്ട് മുന്നത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത്. അതിൽ 4 പീസ് തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിരുന്നു. അതിൽ 2 എണ്ണം കട്ട് ചെയ്ത പാർട്ടിൽ 2 വലിയ പീസ് തുണിയും കാണും, 2 ചെറിയ പീസ് തുണിയും കാണും. ആദ്യം വലിയ പീസും ചെറിയ പീസും കൂടെ 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ജോയിൻ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ വലിയ പീസും രണ്ടാമത്തെ ചെറിയ പീസും കൂടെ ജോയിൻ ചെയ്യുക. ടോട്ടൽ അതിൻ്റെ നീളം 44 വരും. ഈ ഫസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് സീറ്റാണ്. പിന്നെ ആ ചെറിയ പീസുകൾ തമ്മിൽ 1 ഇഞ്ച് വ്യത്യാസത്തിൽ ജോയിൻ ചെയ്യുക. ഇനി ഇതുപോലെ 1/2 ഇഞ്ച് മടക്കി അകത്തോട്ടാക്കി അറ്റത്ത് കൂടി സ്റ്റിച്ചിടുക. രണ്ട് ഭാഗത്തും ഇതുപോലെ അറ്റത്തുകൂടി സ്റ്റിച്ചിടണം. ഇനി എലാസ്റ്റിക് ഇടാൻ മുകൾ ഭാഗത്ത് മടക്കി അടിക്കണം. അത് 1 ഇഞ്ച് എലാസ്റ്റിക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1 ഇഞ്ച് മടക്കി അറ്റത്തുകൂടി സ്റ്റിച്ചിടണം. ഇലാസ്റ്റിക് കയറ്റുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് സ്പേസ് വിടണം. ഇടുപ്പ് വണ്ണം എത്രയാണോ അതിൻ്റെ 4 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാൻ. ഇലാസ്റ്റിക് ഇതിനുള്ളിൽ കയറ്റിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ എലാസ്റ്റിക് കയറ്റാൻ വിട്ട ഭാഗം അടിച്ച് യോജിപ്പിക്കണം. പിന്നെ ഇതുപോലെ എലാസ്റ്റിക്കിന് മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് ഇടണം, നടുക്കൂടി. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. 2 പീസിൻ്റെയും ജോയിൻ ലെങ്തുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ. നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടല്ലേ കട്ട് ചെയ്തത്. അത് നിവർത്തിയെടുക്കുമ്പോൾ ആ താഴത്തെ പീസും മേളത്തെ പീസും അതിൻ്റെ ജോയിൻ ലെങ്തുകൾ തമ്മിലാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത്. അങ്ങനെ 2 സൈഡിലെയും ജോയിൻ ലെങ്തുകൾ കൂട്ടി യോജിപ്പിക്കുക. ഇനി താഴെ നമുക്ക് ബോട്ടം എൻഡെന്ന് പറയും. അതിൽ നമുക്ക് സ്റ്റിഫ് വയ്ക്കണം. അത് 1 ഇഞ്ച് വ്യത്യാസത്തിൽ സ്റ്റിഫ് വെട്ടിയെടുക്കുക. ഇതുപോലെ സ്റ്റിഫ് വെച്ചിട്ട് 1/2 ഇഞ്ച് മടക്കി 1 ഇഞ്ച് മടക്കി അറ്റത്തുകൂടെ അടിക്കുക. പിന്നെ ഇതുപോലെ എൻഡിൽ അടിക്കണം. അത് കഴിഞ്ഞിട്ട് 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങോട്ട് മാറി ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യണം. ഇതുപോലെ 2 കാലിൻ്റെ ബോട്ടം എൻഡും സ്റ്റിച്ച് ചെയ്യുക.
ഇനി ബോട്ടം റൗണ്ടിൻ്റെ അളവ് നോക്കി അതിൻ്റെ പകുതി എടുത്ത് ഇവിടെ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കെട്ടിട്ട് മുകളിലോട്ട് തയ്ച്ച് ഇപ്പുറത്തെ കാല് വരെ എത്തും. ഇതിലെല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. ടൈറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ കീറും. ഇനി പ്ലീറ്റ് ഇടണം. സെക്കൻഡ് പാർട്ടിലാണ് പ്ലീറ്റ് ഇടേണ്ടത്. പ്ലീറ്റ് ഇട്ട് ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും അളവിലാക്കിയെടുത്ത് ജോയിൻ ചെയ്യാം. പ്ലീറ്റ് ഇടുന്നത് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ യോജിപ്പിക്കുന്നിടത്തും 1/2 ഇഞ്ച് വ്യത്യാസമാണ് വേണ്ടത്. അവിടെയും ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. ഇത് കസ്റ്റമർ ഇട്ട് നോക്കിയായിരുന്നു. കസ്റ്റമറിന് ഓക്കെ ആയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ്. ഇത് സിഗരറ്റ് ബോട്ടത്തിൻ്റെ എലാസ്റ്റിക് വയ്ക്കും, നോർമൽ ബോട്ടത്തിൻ്റെ സ്റ്റിഫ് താഴെ വയ്ക്കും. ചുടി ബോട്ടത്തിൻ്റെ രീതിയിൽ ക്രോസ് ഇട്ടാണ് വെട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ. താങ്ക് യു. ഇപ്പോൾ 3-in-1 ബോട്ടം റെഡി ആയിട്ടുണ്ട്.